നമസ്കാരം. ലാലു പ്രസാദ് യാദവിന് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. ജോലിക്ക് പകരം ഭൂമി തട്ടിപ്പ് കേസിൽ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ്, മകൻ തേജ് പ്രതാപ് യാദവ്, ഭാര്യ റാബി ദേവി എന്നിവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ.ഡി. സമൻസ് നൽകിയിരിക്കുകയാണ്. തേജ് പ്രതാപിനോടും റാബി ദേവിയോടും ഇന്ന് അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ലാലു പ്രസാദ് യാദവിനോട് നാളെ പട്നയിൽ ഹാജരാകാനാണ് സമൻസിൽ ഇ.ഡി. വ്യക്തമാക്കിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട ലാലു പ്രസാദ്, തേജ് പ്രതാപ്, മകൾ ഹേമ യാദവ് എന്നിവരെ ഡൽഹി കോടതി വിളിച്ചു വരുത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഇ.ഡിയുടെ നടപടി. കേസുമായി ബന്ധപ്പെട്ട റാബി ദേവി അന്വേഷണ ഏജൻസിയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഉദ്യോഗസ്ഥർ അവരുടെ മൊഴി രേഖപ്പെടുത്തും. ലാലു പ്രസാദ് യാദവിനെ നാളെ ചോദ്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ചോദ്യം ചെയ്ത ശേഷം അവരുടെ മൊഴിയൊക്കെ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നാളെ ലാലു പ്രസാദ് യാദവിനോട് ഇ.ഡി. ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നേരത്തെ കേസിൽ CBI സമർപ്പിച്ച അന്തിമ കുറ്റപത്രം പരിഗണിച്ച റോസ് അവന്യൂ കോടതി മാർച്ച് 11 ഹാജരാക്കാൻ ഇവരോട് നിർദ്ദേശം നൽകിയിരുന്നു. ലാലുവിന്റെ ഇളയ മകനും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിനും കോടതി പുതിയ സമൻസ് അയച്ചിട്ടുണ്ട്. കേസിൽ 30 സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 78 പേരെയാണ് CBI പ്രതി ചേർത്തത്. 2004 2009 ഇടയിൽ ലാലു പ്രസാദ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ ഗ്രൂപ്പ് D തസ്തികയിലേക്ക് വ്യക്തികളെ നിയമിക്കുന്നതിനായി ഗണ്യമായി കുറഞ്ഞ വിലയ്ക്ക് ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് ഈ കേസെടുത്തത്. ഇതിനാൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. ലാലു പ്രസാദിന്റെ കുടുംബാംഗങ്ങളിൽ ഭാര്യയായ റാബി ദേവി, പെൺമക്കൾ മിസ ഭാരതി, ഹേമ യാദവ് എന്നിവർക്ക് വിപണി മൂല്യത്തെക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭിച്ചുവെന്നാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം റാബി ദേവി, മിസ ഭാരതി, ഹേമ യാദവ് എന്നിവരെ പ്രതികളാക്കി ഇ.ഡി. ഡൽഹി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമപ്രകാരം ആരോപണ വിധേയമായ അഴിമതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇ.ഡി. അന്വേഷിക്കുന്നുണ്ട്. 2022 മുതൽ അന്വേഷണം പുരോഗമിക്കുന്ന ഈ അഴിമതിയിൽ CBIയും ഇ.ഡിയും ഒന്നിലധികം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ ലാലു പ്രസാദ് യാദവിനെ വിചാരണ ചെയ്യുന്നതിന് രാഷ്ട്രപതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.